ഗേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോലെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സാം അല്ല. അത് എന്താണ്? അപ്പോൾ ഈ ഗേറ്റിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം ഇത് ജസ്റ്റ് എംടെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്നാണ്. നമ്മൾ നെറ്റൊക്കെ പറയും പോലെ അങ്ങനെയല്ല. ഇത് നെറ്റ് JRF പോലെ അല്ല. ഗേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഗേറ്റ് 2024 എക്സാം കുറച്ച് പേരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കാണുക. അതേപോലെ തന്നെ 2025 ഫൈനൽ ഇയേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന ആളുകൾ, പാസ് ഔട്ട് ആകാൻ പോകുന്ന നെക്സ്റ്റ് ഇയറിൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന ആളുകൾക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ട് യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഓക്കെ, സോ 2025 ഗേറ്റ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റ് ആക്കി സെറ്റ് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഗേറ്റിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നത്, ഒന്നാമത്തെ അതിൻ്റെ ഒരു എന്താ പറയുക, ഗേറ്റിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് ക്ലാസ്സിലെ ടോപ്പേഴ്സിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു എക്സാം ആണ് എന്നുള്ള ചിന്താഗതിയാണ്. അതാദ്യമേ മാറ്റി വെച്ചേക്കുക. ഗേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോലെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സാം അല്ല. അത് എന്താണ്? അതൊരു കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് അപ്രോച്ചോട് കൂടി വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഗേറ്റ് എന്ത് ചെയ്യാൻ പറ്റുക, ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. സോ ഗേറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 3 ചോദ്യങ്ങളായിരിക്കും മിക്കവാറും നമുക്ക് വരാൻ സാധ്യതയുള്ളത്. വെൻ, വേർ, വൈ, ഈ 3 ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് സമയത്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഗേറ്റ് എന്ന് പറയുന്ന എക്സാം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഈസി വാക്ക് ഓവർ ഗെയിം അല്ല. ആ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്ന, എണ്ണം കൊണ്ടല്ല ഞാൻ പറയുന്നത്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ RRB JEയുടെയോ അല്ലെങ്കിൽ SSC JEയുടെയോ ഒന്നും അത്ര ആളുകളൊന്നും ഇതിൽ വരില്ല. പക്ഷേ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. ഗേറ്റ് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എൻട്രി ആയിട്ട് നിങ്ങൾക്ക്, ഗ്രാജുവേറ്റ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് നല്ല പോസ്റ്റിലായിരിക്കും ജോബ് കിട്ടാൻ പോവുക. അതും നവരത്ന കമ്പനികളിലും മഹാരത്ന കമ്പനികളിലും ഏറ്റവും ഹയസ്റ്റ് സാലറിയിലൊക്കെ ജോബ് ലഭിക്കും. അപ്പോൾ ഈ ഗേറ്റിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം ഇത് ജസ്റ്റ് എംടെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്നാണ്. നമ്മൾ നെറ്റൊക്കെ പറയും പോലെ അങ്ങനെയല്ല. ഇത് നെറ്റ് JRF പോലെ അല്ല. ഗേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എംടെക് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ വലിയ വലിയ കമ്പനികളിൽ ജോബിന് സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെൻ എന്നുള്ള ചോദ്യമാണ്. അതായത് നല്ല കോമ്പറ്റീഷനുള്ള എക്സാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ വിജയ സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് ഗേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര നേരത്തെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും അത് തന്നെയാണ് സ്ട്രാറ്റജി. ഇവിടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഗേറ്റ് എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീഷനുള്ള എക്സാം ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, എവിടെ നിന്ന് ഗേറ്റ് കോച്ചിങ്ങിന് പോകും എന്നുള്ള ഒരു സംശയം. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണല്ലേ. ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്, ഓൺലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തുള്ള, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏറ്റവും ട്രസ്റ്റ് ഉള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗേറ്റ് കോച്ചിങ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻട്രി ആപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ, അത് ഗവൺമെൻറ് സെക്ടറിലായാലും ശരി, ജോബ് മേഖലകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് മേഖലയിലാണെങ്കിലും ശരി, എല്ലാം കൊണ്ടും എന്താണ് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം നേടിയ ഒരു ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. സോ ഇതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ കോച്ചിങ് എടുക്കാൻ പാടുള്ളൂ. ഇനി ഓഫ്ലൈനായിട്ട് പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓഫ്ലൈനായിട്ട് പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക, പോസിറ്റീവ് നെഗറ്റീവ് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് ഫുള്ള്, അതായത് ഒരു ദിവസം മുഴുവൻ, ചിലപ്പോൾ ഒരു 12 മണിക്കൂർ 10 മണിക്കൂർ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ആ 10 മണിക്കൂർ ക്ലാസ്സിലിരുന്ന് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഓൺലൈൻ ആകുന്ന സമയത്ത് ചിലപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓൺലൈനിൽ ഇപ്പോൾ 2 മണിക്കൂർ ക്ലാസ് കണ്ടിട്ട് നാളെ ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ ഓൺലൈനിൽ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ മറ്റന്നാൾ കാണാമെന്നൊക്കെ വിചാരിക്കും. സോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനും ഓഫ്ലൈനെക്കാട്ടിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഓഫ്ലൈനിൽ പോകുന്ന സമയത്തുള്ള ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഒരു ഗേറ്റ് കോച്ചിങ്ങിന് ഹൈദരാബാദിലൊക്കെയാണ് സാധാരണ എല്ലാവരും ഗേറ്റ് കോച്ചിങ്ങിന് പോകാറുള്ളത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹിയൊക്കെ ഉണ്ട്. അവിടെ ഗേറ്റ് കോച്ചിങ്ങിന് ആവറേജ് ഫീസ് വരുന്നത് ഒരു 75,000 രൂപയൊക്കെയാണ് ഫീസ് മാത്രം വരുന്നത്. 75,000 രൂപയാണ് ഗേറ്റിന് ഓഫ്ലൈനിൽ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 1 lakh എന്ത് ചെയ്യേണ്ടി വരും, ഹോസ്റ്റൽ ഫീസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമ്മൾ ട്രാവൽ എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസുകളൊക്കെ നോക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഗേറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പുറത്ത് പോവുകയാണെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ എൻട്രി ആപ്പിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇതിൻ്റെ ഈ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ വരൂ എന്ന് മാത്രമല്ല, നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും മികച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമിലൊന്നായിട്ടുള്ള എൻട്രി ആപ്പിലെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ടോപ്പ് ഫാക്കൽറ്റീസാണ്. ഗേറ്റിൽ തകർപ്പൻ റാങ്ക് നേടിയിട്ടുള്ള അധ്യാപകർ, ടോപ്പ് 10 വന്ന അധ്യാപകരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഗേറ്റിൽ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ എവിടെ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എൻട്രി ആപ്പിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് വൈ. അതിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചാൻസ് ഓഫ് ഇതെന്താണ്, ഇത് പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇതിൽ വരുന്ന അത്രയും ഇമ്മൻസ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് തന്നെയാണ് ഇതിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ഗേറ്റ് വൈ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം. അത് IITs, NITs, IISTസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഗേറ്റ് വൈ നിങ്ങൾക്ക് MTech നേടാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് കോളേജസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പറയും നിങ്ങൾ NITസിൽ IITസിലൊക്കെ പോയി നിങ്ങളുടെ പ്രൊഫൈൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് എവിടെയാണോ അതിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും NIT, IITസിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്തായിട്ട് മാറുകയാണ്, നിങ്ങളുടെ റെസ്യൂമിൽ MTech in NITs എന്ന് പറയുമ്പോൾ, MTech in IITs എന്ന് പറയുമ്പോൾ ആ പ്രൊഫൈലിൽ നിങ്ങളുടെ റെസ്യൂം എന്താവുകയാണ്, ഒന്നുകൂടി ഹൈലൈറ്റ് ആവുകയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കാണ്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കമ്പനികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച സാലറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ചാണ്. എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസും പ്രീ റെക്കോർഡഡ് ക്ലാസ്സസുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ചാണ്. നമ്മുടെ ഈ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് February 21 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലാസ്സസ് വരുന്നുണ്ടാവുക. ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതേപോലെ തന്നെ സ്റ്റഡി പ്ലാനും ഒക്കെ ആയിരിക്കും ഈ 21 മുതൽ 30 വരെ വരിക. 1 മുതലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ ക്ലാസ്സസുകൾ ലഭിക്കുന്നുണ്ടാവുക. നോട്ട്സ്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MCQs ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഏറ്റവും ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് 1 year ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ എൻട്രിയുടെ ഗേറ്റ് ഗോൾഡ് ബാച്ചിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.